അളിയോ ഇങ്ങോട്ട് ഇറങ്ങി വാളിയ വാ പതുക്കെ സൂക്ഷിച്ച് എണീക്ക് കൈ വാ വാ കണ്ടോ ജാരനെ? കണ്ടു. മേലാൽ എന്റെ ചേച്ചിയെ കുറിച്ച് ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞ അളിയന്റെ അമ്മയുടെ കച്ചവടം ഞാൻ പൂട്ടിക്കും. സോറി മകനെ. പോലീസിനെ പേടിച്ച അളിയൻ ഇവിടെ ഒളിവിലാണെന്നുള്ള വിവരം അളിയൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അംബികയോടും പേടിക്കണ്ട. ഞാൻ വർമ്മ സാറിനോട് പറഞ്ഞേ അളിയന്റെ പേരിലുള്ള കേസ് തേച്ചു മാച്ചു കളയാം. ആണോ? അറിയാവുന്ന കാര്യങ്ങള് സ്റ്റേഷനിൽ പറഞ്ഞാ മതി. ഓ, ഇലക്ഷൻ കാശ് കട്ടുവാരി കേസല്ലേ? അത് സാരമില്ലെങ്കിലേ അച്ഛൻ പറഞ്ഞ് ശരിയാക്കിക്കോളും. അപ്പൊ കാശാണ് പ്രശ്നം. ജൈനും പ്രിയ ഒന്നിങ്ങ് വാ. ഓ പോരേ. ശരി. വാ മക്കളെ വാ. ഇങ്ങോട്ട് വാടാ. അടുത്തേക്ക്. ഇത് അവിഹിതമായി കാശ് കട്ടുവാരിയ നിന്റെ അത്യാഗ്രഹത്തിന്. ഇത് പ്രേരണാ കുറ്റത്തിന്. ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് നീ ഒരൊറ്റ ഒരുത്തിയാ. തെറ്റ് ചെയ്ത ആർക്കിട്ടായാലും ഇങ്ങനെ കരണം പൊട്ടുന്ന അടി കിട്ടും. കിട്ടിയ അടി മനസ്സിലിട്ട് വേണ്ടാത്തത് ഒന്നും ചെയ്യാതിരുന്ന എല്ലാവർക്കും നല്ലത്. ഒരു പൊതുമാപ്പ്. ഇന്നു മുതൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ഒരു നന്മമരമായി വളരാ. തെറ്റ് ചെയ്യാൻ ഇവൾ എന്നെ പ്രേരിപ്പിച്ച ഇവക്കിട്ട് ഞാൻ കൊടുക്കും. ഓ വീട്ടില് യാമിനി ചെറിയമ്മ വന്നിട്ടുണ്ട്. അമ്മായിയും ഞാനും ഒക്കെ നാളെ വീട്ടിൽ പോവും. അയ്യോ, മേഡം പോവാണോ? പോണോല്ലോ രാധമ്മേ. പ്രതാപൻ ഡൽഹിന്ന് വരും. ഇനിയും വരാലോ. മേഡം ഉണ്ടായിരുന്ന ദിവസങ്ങള് എന്ത് സന്തോഷമായിരുന്നെന്നോ. ഇനിയും കാണാലോ. ഇനി അങ്ങോട്ട് ഈ കുടുംബത്തിന്റെ കഷ്ടകാലമായിരിക്കും. ഇതിന്റെ അസ്ഥിവാരം ഞാൻ ഇളക്കും. ഈ കുടുംബം കലക്കണമെങ്കിൽ പെട്ടെന്നൊരു വിദ്യ ചെയ്യാം. അത് രുക്മിണിയെ കൊണ്ട് തന്നെ ആയിക്കോട്ടെ. അവള് മിടിക്കുക. ഞാൻ പറയുന്നത് അതേപടിയെന്ന് കേൾക്കും.